ഇനി ഹൈക്കോടതിക്ക് മുന്നിൽ നിന്നും വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, ഒന്നാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുകയാണ്. കേരളം തലകുനിച്ച ആ ദിവസം മറക്കില്ല. 2018 ഫെബ്രുവരി മാസം 22-ാം തീയതിയാണ് ലോകത്തിന് മുന്നിൽ കേരളം തലകുനിച്ചത്. അതിദരിദ്രനും നിസ്സഹായനും മനോദൗർബല്യവുമുള്ള ആദിവാസി യുവാവിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ശേഷം തല്ലിക്കൊന്ന ദിവസമായിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾ പലത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും മധുവിൻ്റെ കുടുംബത്തിന് നീതി അകലെ എന്ന കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാം പ്രതി, ഈ മധുവിൻ്റെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ടിരിക്കുകയാണ്. നേരത്തെ കുറ്റപത്രത്തിൽ തന്നെ പരാമർശമുണ്ടായിരുന്നു. ഈ ഹുസൈൻ ഒരുപക്ഷെ മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നതിൽ ഉണ്ടായിരിക്കില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഭണ്ഡാരപ്പെട്ടിയിലേക്ക് തല പിടിച്ച് വളരെ ശക്തിയോടുകൂടി അടിക്കുകയും അതാണ് മരണത്തിലേക്ക് നയിച്ചതും എന്ന കാര്യങ്ങളൊക്കെ ആ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇപ്പോഴിതാ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു. മറ്റു പ്രതികളുടെ അപ്പീൽ കോടതി തള്ളിയിട്ടുണ്ട്. കേസ് എന്നാണിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിവരം. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ വിഷ്ണു? ദിലീപ്, നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു അട്ടപ്പാടിയിലെ മധുവിൻ്റേത്. ആദിവാസി യുവാവായിരുന്നു. 2018 ഫെബ്രുവരി 22-ാം തീയതിയാണ് ഈ കൊലപാതകം നടന്നത്. ഭക്ഷണം മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മധുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. ആ കേസിന്റെ നാൾവഴി പരിശോധിച്ചു കഴിഞ്ഞാൽ പലതവണ സാക്ഷികൾ കൂറുമാറുകയും പ്രോസിക്യൂട്ടർ മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ട് ഏറ്റവും ഒടുവിൽ മണർകാട് കോടതി ഈ കേസിലെ 16 പ്രതികളിൽ 12 പേരെ ശിക്ഷിക്കുന്ന 13 പേരെയും ശിക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരാൾക്ക് 7 വർഷമാണ് അതിൽ ബാക്കി 12 പേർക്കും ഒരാൾക്ക് 3 മാസം ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാരും മധുവിന്റെ കുടുംബവും അപ്പീലുമായി എത്തിയത്. ഈ പ്രതികൾക്ക് 7 വർഷം ശിക്ഷ പോരാ, ഇവർക്ക് ജീവപര്യന്തം ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു ആ കുടുംബത്തിന്റെ ആവശ്യം. പ്രതികളാകട്ടെ തങ്ങൾക്കെതിരെയുള്ള ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷമായി ഇതിന്റെ വാദം ഹൈക്കോടതിയിൽ നടന്നിരുന്നു. അതിലാണിപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിലെ ഒന്നാം പ്രതി നിലവിൽ ഒന്നാം പ്രതി ഹുസൈനെ അക്വിറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ കേസുകളിൽ നിന്നും ഹുസൈനെ അക്വിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ഹുസൈന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ച ഘട്ടത്തിൽ ഹുസൈന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതായത് ഹുസൈൻ ഇപ്പോൾ പുറത്താണ് ഉണ്ടായിരുന്നത്. ഈ കേസിൽ ഹുസൈനെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുമ്പോൾ ഹുസൈൻ ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഈ മധുവിനെ മർദ്ദിക്കുന്ന ഘട്ടത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഹുസൈനെതിരെ നിലനിന്നിരുന്നത്. മധുവിനെ ഹുസൈൻ മർദ്ദിച്ചു എന്ന ആരോപണം ഉണ്ടായി. പക്ഷേ അതൊന്നും നിലനിൽക്കുന്നില്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത്. ബാക്കി 2 മുതലുള്ള പ്രതികൾ അവരും തങ്ങളുടെ ശിക്ഷാവിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ അവരുടെ ശിക്ഷ നിലവിൽ കോടതി റദ്ദ് ചെയ്തിട്ടില്ല. അവരുടെ അപ്പീല് തള്ളിയിരിക്കുന്നു. അവരുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീല് അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഒറ്റ കാര്യമാണ് അറിയാനുള്ളത്, ഈ സംസ്ഥാന സർക്കാർ ഇവർക്ക് ജീവപര്യന്തം നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടുള്ളത്. അതിൽ കോടതി എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇനി വ്യക്തം വരാനുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും ഏറെക്കുറെ ഒരു ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടി മധു വധക്കേസിൽ ആകെ ഉണ്ടായിരുന്നത് 16 പ്രതികളാണ്. അതിൽ 2 പ്രതികളെ നേരത്തെ തന്നെ മണർകാട് കോടതി കുറ്റവിമുക്തമാക്കിയിരുന്നു. അതിൽ ഒരു പ്രതിക്ക് 3 മാസം ശിക്ഷ വിധിച്ചിരുന്നു. അയാൾ ആ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്താണുള്ളത്. ഒന്നാം പ്രതി ഹുസൈന് ജാമ്യം അനുവദിച്ചിരുന്നു. ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആകെ ജയിലിൽ ഉണ്ടായിരുന്നത് 12 പ്രതികളാണ്. 12 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ആ 12 പ്രതികളും കുറ്റക്കാരാണ് എന്ന് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു. മണർകാട് കോടതിയുടെ ഉത്തരവ്, അല്ലെങ്കിൽ പാലക്കാട് SCST കോടതിയുടെ ഉത്തരവ്, അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിരിക്കുന്നു. ഇവരുടെ ശിക്ഷ കാര്യമാണ് അറിയാനുള്ളത്. നേരത്തെ 7 വർഷം കഠിന തടവാണ് നൽകിയിട്ടുള്ളത്. അതിൽ ഇനിയിപ്പോൾ ജീവപര്യന്തം ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തിൻ്റെയും സർക്കാരിൻ്റെയും ആവശ്യം, ഈ കേസിൽ ഇവർക്കെതിരെ കൃത്യമായ തെളിവുണ്ട്, അതുകൊണ്ട് ഇവർക്ക് ജീവപര്യന്തം ഉറപ്പാക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ ആ കുടുംബവും ഉന്നയിച്ചിട്ടുള്ള ആവശ്യം. ഇന്ന് ആ കുടുംബം നമ്മളോട് പ്രതികരിച്ചത് മല്ലി എന്നാണ് ആ കുടുംബം അവരുടെ പേര് അവർ പ്രതികരിച്ചത്. തങ്ങൾ ഒറ്റപ്പെട്ടു, ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഒറ്റപ്പെട്ടു, തങ്ങൾക്ക് നീതി ലഭ്യമാകും എന്നുള്ളതാണ്. A4ഉം അതോടൊപ്പം A11ഉം, അതായത് നേരത്തെ ഉള്ള കോടതി അവരെ അക്വിറ്റ് ചെയ്തിരുന്നു. അത് ഇപ്പോഴത്തെ കോടതി ശരിവച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. അതായത് അവരെ വെറുതെ വിട്ട 2 പ്രതികളെ വെറുതെ വിട്ട കോടതി നിലപാട്, കീഴ്ക്കോടതിയുടെ വിചാരണ കോടതിയുടെ ഉത്തരവ് അതിപ്പോൾ ഹൈക്കോടതിയും ശരിവച്ചിട്ടുണ്ട്. അവർ ഈ കേസിൽ പ്രതികളല്ല. അങ്ങനെ 3 പേരാണ്
ഈ കേസിൽ 16 പേരുടെ പ്രതിപ്പട്ടികയിൽ 3 പേർ ഹൈക്കോടതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതിലൊരാൾ ഓൾറെഡി 3 മാസം ശിക്ഷ അനുഭവിച്ചതാണ്. അയാളുടെ ശിക്ഷാ കാലാവധിയിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വർധനവുണ്ടോ എന്ന കാര്യത്തിൽ മാത്രമാണ് വ്യക്തത വരാനുള്ളത്. ഒപ്പം സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ച ജീവപര്യന്തം, ഈ ബാക്കി പ്രതികൾക്ക് ജീവപര്യന്തമുണ്ടോ എങ്കിൽ ആ ജീവപര്യന്തത്തിന്റെ കാര്യത്തിലും ഒരു വ്യക്തത വരാനുണ്ട്. അല്പസമയത്തിനകം തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരും. 12-ഓടുകൂടി ഈ കേസ് വീണ്ടും പരിഗണിക്കും. അതിൽ പ്രധാനമായും ശിക്ഷയിന്മേൽ ഈ പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് കേൾക്കുക. അവരുടെ പ്രായം, ആരോഗ്യസ്ഥിതി, ഇതൊക്കെ ഈ ഘട്ടത്തിലായിരിക്കും പരിഗണിക്കപ്പെടുക. ഒരു പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തിരിച്ചടി എന്ന് വിശേഷിപ്പിക്കാം. കാരണം കേസിലെ 1-ാം പ്രതിയാണ് ഇപ്പോൾ അക്വിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ കേസുകളിൽ നിന്നും. അതിനിപ്പോൾ കേസിന്റെ മുന്നോട്ട് പോക്കിനെയൊക്കെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിരിക്കും. 1-ാം പ്രതിയെ അക്വിറ്റ് ചെയ്തത് ഒരു വലിയ തിരിച്ചടിയായി പ്രോസിക്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം പ്രോസിക്യൂഷന് ആവശ്യപ്പെട്ട പ്രകാരമുള്ള ജീവപര്യന്തമുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് അല്പസമയത്തിന് തന്നെ ആ വ്യക്തത വരും. എന്തായാലും അട്ടപ്പാടി മധു വധക്കേസിൽ നിലവിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയാണ്. ദിലീപ്. വിഷ്ണു, ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സാക്ഷികളുടെ കൂറുമാറ്റം അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. മറ്റൊന്ന്, ഇതിന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ തോതിലുള്ള എന്താ പറയുക, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അങ്ങനെ ഒരു കേസിനു വേണ്ടി മാത്രമായി നിയമിക്കുന്നതിനെതിരായ ഒരു നിലപാടാണ് തുടക്കത്തിൽ സർക്കാർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് നിയമിച്ചതിന് ശേഷം ഈ SPPമാർ മാറി മാറി വരുന്നതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 4 വർഷത്തിലേറെ കഴിഞ്ഞാണ് ഈ കേസിൽ വിചാരണ ആരംഭിച്ചത് എന്ന ആ കാര്യത്തിലും ഒരു അലംഭാവം, കേസ് വിചാരണ തുടങ്ങുന്നതിലുമൊക്കെ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വിചാരണ കോടതിയിൽ സ്ഥിരം ജഡ്ജി ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടിയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ ഒരു കേസിന് വേണ്ടി ഒരു SPPയെ നിയമിക്കേണ്ടതുണ്ടോ എന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ കേരളം ഇവിടെ ജനങ്ങൾ കാണുന്നത്. ഈ പെരിയ ഇരട്ടക്കൊലക്കേസിലൊക്കെ, രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ CBI അന്വേഷണത്തെ എതിർക്കുന്നതിനു വേണ്ടി സുപ്രീം കോടതിയിൽ നിന്ന് പോലും വലിയ വലിയ അഭിഭാഷകരെ കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത്. പക്ഷേ മധുവിൻ്റെ കാര്യത്തിൽ ആ നിലപാട് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പീൽ നൽകിയതൊക്കെ സർക്കാരാണ്, അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ കേസിൻ്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളാണല്ലോ, അതിൽ വരുന്ന വീഴ്ചകൾ പിന്നീട് തുടർന്നങ്ങോട്ട് ആ കേസുകളിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പല കാര്യങ്ങളിലും ശ്രദ്ധേയമായിരുന്നു ഈ അട്ടപ്പാടി മധുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ കേസ്. ഇതിലാണിപ്പോൾ 1-ാം പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നത്. ഇനി മറ്റു പ്രതികളുടെ കാര്യത്തിൽ എന്തായിരിക്കും കോടതി പറയുക എന്നത് 12:30-ക്ക് നമുക്ക് കാണാം, അല്ലേ വിഷ്ണു? ദിലീപ്, അങ്ങേയറ്റം ഗുരുതരമായ വീഴ്ച ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു, സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ദിലീപ് പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അലംഭാവം ഉണ്ടായിരുന്നു. കുറ്റപത്രം സമർപ്പിച്ചത്, ഈ കേസിന്റെ വിചാരണ തുടങ്ങിയത്, പോലീസ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വിചാരണ കോടതിയിൽ സ്ഥിരം ജഡ്ജി ഉണ്ടായിരുന്നില്ല. അങ്ങനെ SPPയെ നിയമിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ആദ്യകാലത്ത് വലിയ താല്പര്യക്കുറവ് കാണിച്ചിരുന്നു. ഒരു കേസിന് വേണ്ടി മാത്രമായി ഇങ്ങനെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയൊക്കെ നിയമിക്കണമോ എന്നൊരു ചോദ്യം പോലും സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. മുൻപ് അത്തരം കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയൊക്കെ വെച്ച സാഹചര്യം നമുക്കറിയാം. അങ്ങനെ സർക്കാരിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിന്റെ നാൾവഴി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇതിൽ PPയായി എത്തുന്നത് അഡ്വക്കേറ്റ് P. ഗോപിനാഥാണ്. ആദ്യം SPPയായി നിയമിച്ചത്. അട്ടപ്പാടിയിൽ ഓഫീസും താൽക്കാലിക താമസ സൗകര്യം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അത് അംഗീകരിച്ചിരുന്നില്ല. ഇതോടെ ഗോപിനാഥ് പിന്മാറി. പിന്നീട് അഡ്വക്കേറ്റ് VT രഘുനാഥ് ചുമതലയേറ്റു. ആരോഗ്യ പ്രശ്നങ്ങളും മറ്റു സാഹചര്യങ്ങളും ചൂണ്ടിക്കാണിച്ച VT രഘുനാഥ് അവിടെ നിന്ന് മാറുന്നു. ഏറ്റവും ഒടുവിൽ അഡ്വക്കേറ്റ് C. രാജേന്ദ്രൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായും അഡ്വക്കേറ്റ് രാജേഷ് M. മേനോൻ അഡീഷണൽ SPPയായും ചുമതലയേറ്റാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നീട് ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ പിന്നീട് സമരങ്ങൾക്കൊക്കെ ഒടുവിൽ, അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ തന്നെ രാജേഷ് തന്നെ ഇതിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കേസിന്റെ ഒരു വിചാരണ കാലഘട്ടം അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞതാണ്. അത്
അത് സർക്കാർ ഏകപക്ഷീയമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന ആക്ഷേപം, പ്രതികൾക്ക് വേണ്ടി ചില ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ചു അന്നത്തെ സർക്കാർ എന്നൊക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. പക്ഷേ ഹൈക്കോടതിയിലേക്ക് എത്തുമ്പോഴും ഒന്നാം പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനായില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത തിരിച്ചടി തന്നെയാണ്. ബാക്കി പ്രതികളുടെ കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ 4-ാം പ്രതിയും 11-ാം പ്രതിയും നേരത്തെ തന്നെ കോടതി വെറുതെ വിട്ടതാണ്. ആ വെറുതെ വിട്ട നടപടി ഇപ്പോൾ ഹൈക്കോടതിയും ശരിവെച്ചിരിക്കുന്നു. ബാക്കി പ്രതികൾക്ക്, അതായത് 16 പ്രതികൾ ഉള്ളതിൽ 3 പ്രതികൾക്ക് ഒഴികെ ബാക്കി 13 പ്രതികളുടെയും ശിക്ഷ കോടതി ശരിവെച്ചിരിക്കുന്നു. അത് ഒരാൾ നേരത്തെ തന്നെ അട്ടപ്പാടി മധുവിന്റെ ആൾക്കൂട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. മറ്റു പ്രതികളുടെ അപ്പീൽ കോടതി തള്ളിയിട്ടുണ്ട്. കേസ് 12:30 വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.